ഒരു തിരക്കും ഇല്ല, ആള് വാരം ഒഴിഞ്ഞൊരു പൂരപ്പുറം പോലെ കിടക്കണുണ്ടോ. നമുക്കിവിടെ ഒട്ടും വിശ്വസിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ഈ പോണത്. എവിടെ നിന്നൊക്കെ വണ്ടി പറഞ്ഞത് പറയാൻ പോലും പറ്റൂല. ഒരെണ്ണത്തിന്റെ പേര് ഞാൻ മറക്കൂല പണ്ടാരം. അതെ, നമ്മൾ രാവിലെ കന്യാകുമാരി വരെ പോവാണ്. അപ്പൊ എന്റെ കുറച്ച് കൂട്ടുകാരന്മാരും ഒക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇവരെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് അഖില്, വിഷ്ണു, സുധീഷ്, പിന്നെ ഇതാണ് പ്രവീൺ പീക്ക്. ശരിക്കും നമ്മൾ ഇവിടെ തോവാള പൂ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ വരാനുള്ളതാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 10:30 മണി കഴിഞ്ഞ്. ഇതിൻ്റെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്നുള്ളത് അറിയില്ല. എന്തായാലും പോയി നോക്കണം. ഉള്ളിലോട്ട് പോയി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. സൈഡിൽ കുറേ കടകളുണ്ട്. നേരത്തെ കണ്ട വീഡിയോ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ മാർക്കറ്റിൻ്റെ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇവിടെ ഈ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചേ ഉള്ളൂ. ഇത് പൂ വരുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ പൂപ്പാടമൊന്നും ഉള്ളതായിട്ട് ഈ ലോക്കൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കേൾക്കുന്നില്ല. ഉള്ള പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു മാർക്കറ്റ്, അതുപോലത്തെ ഒരു മാർക്കറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മൊത്തവും പൂക്കൾ മാത്രമാണ്. ഈ ഇരിക്കുന്ന ഓരോ ക്രേറ്റിൻ്റെ അകത്ത് നിറച്ച് പൂ അടുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിൽ നിറയെ പൂക്കളുണ്ട്. ഇങ്ങനെ നമ്മളെ പാളയ മാർക്കറ്റിൽ മീൻ വന്ന് ഇറങ്ങണോ അല്ലെങ്കിൽ ഇവിടെ പൂക്കൾ ക്രേറ്റിൽ കൊണ്ടിറങ്ങുന്നത്. ശരിക്കും ഒരു 4 മണിക്കൊക്കെ വരുമ്പോഴാണ് ഇവിടെ ശരിക്കും നമ്മൾ പൂക്കൾ വരണതും ഇറങ്ങണതും ഒക്കെ ആയിട്ടുള്ള ലോഡുകൾ കാണാൻ പറ്റുന്നത്. ഒരു തിരക്കും ഇല്ല, ആള് വാരം ഒഴിഞ്ഞൊരു പൂരപ്പുറം പോലെ കിടക്കണുണ്ടോ. ഈ സീസണിന് ശേഷമുള്ളൊരു പൂ മാർക്കറ്റാണ് ശരിക്കും ഇവിടെ കാണുന്നത്. ഈ ഭാഗത്ത് വരുമ്പോൾ നിറയെ ഇതുപോലെ റോഡിൽ ധാരാളമായിട്ടുള്ള കടകൾ കാണാൻ പറ്റും. മാർക്കറ്റിൻ്റെ അകത്തല്ലാതെ ഇവിടെ എല്ലാം ഈ ഹാരമൊക്കെ കെട്ടിക്കൊടുക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് കണ്ടിട്ട് നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടുത്തോട്ട് വന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. നമ്മുടെ അവിടെയൊക്കെ ഈ രീതിയിലുള്ള ഹാരമൊക്കെ ഞാൻ അങ്ങനെ കാണാറില്ല. ആ റോസ് മുല്ലയൊക്കെ വെച്ചിട്ടുണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓരോ സ്റ്റേറ്റുകൾ മാറുമ്പോഴത്തേക്കും ഓരോരോ കൾച്ചറുകളാണ്. അതിനനുസരിച്ചുള്ള പാറ്റേൺ ഉണ്ടാവുമല്ലോ. ഇവിടെ പൂക്കൾ കൊണ്ടുവന്ന ലോഡും വണ്ടിയും ക്രൈറ്റുകളൊക്കെ ഒതുക്കിയിട്ടേക്കണോ. ഇതൊക്കെ ഈ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് നമ്മൾ കാണാൻ പറ്റും. പക്ഷെ ഈ തോവാള പൂ മാർക്കറ്റ് നമ്മൾ പറയുമെങ്കിലേ ഇവിടെ അടുത്തൊന്നും അത്ര വലുതായിട്ട് പൂ കൃഷി ഉള്ളതായിട്ട് പറയുന്നില്ല. ഇവിടെ നിന്ന് ഒരു 24 കിലോമീറ്റർ അപ്പുറം മാറിയിട്ട് ഊരൽവായ് മൊഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ശരിക്കും ഇത്തരത്തിലുള്ള പൂ മാർക്കറ്റുകളുള്ളതായിട്ട് പറയുന്നത്. നമ്മുടെ ഈ തോവാള പൂ മാർക്കറ്റിൽ വന്നതിന് ശേഷമേ നമ്മളിങ്ങനെ ഒരു ലോക്കൽ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉൾനാട്ടിലോട്ട് കയറിയതാണ്, ഉൾപ്രദേശത്തോട്ട് കയറിയതാണ്. ഇവിടെ കാണുന്ന കാഴ്ചകളാണ്. കുറേയധികം തരിശു ഭൂമികളാണ് ഇവിടെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ വാട്ടർ ബോഡി ഉണ്ട്. കണ്ട ഈ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതായി കാണുന്നുണ്ട. എൻ്റെ പിന്നിൽ കാണുന്നത് വേപ്പ് മരങ്ങളാണ്. എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള വേപ്പ് മരങ്ങൾ ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. എനിക്ക് ശരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തണലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്, നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിവിടെ ഒട്ടും വിശ്വസിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ഈ പോണത്. എവിടെ കൂടെ എങ്ങനെയൊക്കെ വരുമെന്ന്, എപ്പോൾ വന്ന് ചാർത്തുമെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ ബസ്. ഇവരുടെ തമിഴ്നാട്ട് RTC. നമ്മുടെ കന്യാകുമാരി യാത്രയിലെ ശരിക്കും കന്യാകുമാരിയോട് എത്തുന്നതിനോട് മുന്നേ, നമ്മൾ കന്യാകുമാരി എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് ഡീവിയേഷൻ എടുത്ത് കുറച്ച് ഉള്ളിലോട്ട് വന്നതാണ്. ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന എന്തോ ഭംഗിയെന്നുണ്ട്. ആ വാട്ടർ ബോഡിയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള താമരയും ആമ്പലും ഒക്കെ ഇവിടെ നമുക്ക് വെള്ളത്തിൽ കാണാൻ കഴിയും. ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് തമിഴ്നാടിന് എപ്പോഴും. എത്ര കണ്ടാലും ശരിക്കും കൊതി തീരാത്ത രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശമാണ് തമിഴ്നാടെന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലനിരകൾ എവിടെ നോക്കിയാലും കാണാം. ശരിക്കും തെങ്ങൊക്കെ നിന്നാണ്. നല്ല കാറ്റുണ്ട്, ശരിക്കും നല്ല രീതിക്കുള്ള കാറ്റുണ്ട്. അടിപൊളി ഒരു വൈബ്. ശരിക്കും പ്രകൃതിയുടെ ഒരു മനോഹരമായ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ തമിഴ്നാട് നമ്മൾ ഒത്തിരി സന്ദർശിക്കണം. അപ്പം ശരിക്കും കേരളത്തിന് ഭംഗിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭംഗിയാണ് തമിഴ്നാട് നമുക്ക് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ചെറിയ ഓഫ് റോഡ് ഉണ്ടല്ലോ, ഇതിന് ടാറില്ല എന്നുള്ളതേ ഉള്ളൂ, കല്ലിടപ്പുണ്ട്, ടാറില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ഇതുപോലെ വന്ന് ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ തണകത്തിട്ടിട്ട് ചുമ്മാ ഇറങ്ങി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇറങ്ങിയതാണ്, ഇപ്പോൾ സമയം 1 മണിയാവാൻ പോകുന്നു.
ഇതാണ് നമ്മളെ ടീം. ഇത്രയും ആൾക്കാരാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഹലോ, വേറെ ആളുണ്ട്. ഇതാണ് PK, അഖില്, സുധീഷ്, ഫെലിക്സ്. നല്ല വെയിലുണ്ട്, നല്ല പൊള്ളണ വെയിലുണ്ട്. എന്നാലും ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നൈസാണ്, നല്ല ട്രാഫിക് ഉണ്ട്. അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ വണ്ടി വരണമെന്ന് പറയാൻ പോലും പറ്റൂല. വണ്ടി എവിടെ നിന്നെങ്കിലും ഒക്കെ വരും, നോക്കിയൊക്കെ നടക്കണം. ഇങ്ങനെ തലയുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കണ്ണുണ്ടായിരിക്കണം, നല്ലതാണ് ഈ ഇവിടെ വരുമ്പോൾ. ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. നടന്നു പോയാലും പ്രശ്നമാണ്, എങ്ങനെ പോയാലും പ്രശ്നമാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കാതിരിക്കുന്നതാണ് കഴിവിന്റെ പരമായി നല്ലത്. നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 500 രൂപ പെറ്റിയാണ് എഴുതി വെച്ചേക്കുന്നത്. 500 രൂപ ചെറിയൊരു എമൗണ്ട് അല്ല, സീനാണ്. പിന്നെ ഒരു വണ്ടിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വള്ളിയാവും. അതുകൊണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് നമ്മൾ അവിടെ ആ എൻട്രൻസ് കയറി വന്നില്ലേ, ആ എൻട്രൻസ് കയറി വന്നപ്പോഴത്തേക്കും കാശ് പിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഉച്ച ആയതുകൊണ്ടായിരിക്കും അവിടെ ആരെയും കണ്ടില്ല. എന്തായാലും ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അതെ, കന്യാകുമാരി എത്തി, നാട് മുഴുവനും തെണ്ടിത്തിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ പോയി ഇതിന്റെ ഭംഗി എല്ലാം ആസ്വദിച്ചിട്ട് നമ്മൾ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. ഒരു 5:30 മണിക്ക് ശേഷം കന്യാകുമാരി വരുന്നതാണ് എപ്പോഴും സേഫ്. അതായത് നമുക്ക് ഈ സൺലൈറ്റിന്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിലുള്ള സൺസെറ്റ് കിട്ടും, നൈസ് ആയിരിക്കും. ഞാൻ എത്ര വട്ടം കന്യാകുമാരി വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, അത്രയും പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു സ്ഥലമാണ് കന്യാകുമാരി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു വല്ലാത്തൊരു ബ്യൂട്ടിയാണ് ശരിക്കും. കുറെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങുകളും അതൊക്കെ കാണാം നമുക്ക്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നുണ്ടല്ലോ, എന്റെ പപ്പയുടെ കൂടെ പാർത്താസിന്ന് അവിടുത്തെ ഒരു മുതലാളിയുടെ മോന്റെ കല്യാണത്തിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അന്നേരമാണ് ആദ്യമായിട്ട് ശരിക്കും ഞാൻ കന്യാകുമാരി എന്ന് പറയുന്ന ഒരു സ്ഥലം കാണുന്നത്, ഇവിടുത്തെ ഈ കടകളെല്ലാം കാണുന്നത്. അതിനുശേഷം ഞാനും എൻ്റെ വൈഫും മക്കളും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷിനോട്ടക്കാരുണ്ട്, കൈനോട്ടക്കാരുണ്ട്, അതുപോലെ പിരിഞ്ഞു വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഒത്തിരി ഒത്തിരി വെറൈറ്റി ഓഫ് പീപ്പിൾ നമുക്കിവിടെ കാണാൻ പറ്റും. പല രീതിയിലൂടെയാണ് ഓരോ ആൾക്കാരും അവരവരുടെ ഈ കന്യാകുമാരി. ശരിക്കും ഇതൊക്കെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ പറയാം കന്യാകുമാരി ദേവിയുടെ ഒരു ബ്ലെസ്സിങ്സ് ആണ് ഈ പീപ്പിളിനുള്ളത് നമുക്ക് പറയാം. ഈ കന്യാകുമാരി വരുന്ന പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ ഫ്രീ ആയിട്ടൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത്. ശരിക്കും അത് തികച്ചും ഫ്രീ ആണ്. അതിൻ്റെ അകത്ത് ഒരാൾ കാശ് മേടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. നമ്മൾ കാശ് കൊടുക്കേണ്ട കാര്യമില്ല, നൈസായിട്ട് കയറി ഇങ്ങ് പോയാൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള ബോർഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി പിന്നെ തിരിച്ച് പറയാൻ വോയിസ് ഇല്ലല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ താഴെ നമ്മൾ ഇറങ്ങി വരുമല്ലോ, ഏറ്റവും താഴെ ഇറങ്ങി വരുമ്പോൾ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് കണ്ടോ, ഡ്രിങ്കിങ് വാട്ടറിന്റെ അടുത്തായിട്ടാണ് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത്. ശരിക്കും നമ്മുടെ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്, അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ കുറവാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കണേ. അതിലൊട്ടും മടി കാണിക്കരുത്. അതുപോലെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് കളറാക്കണം കേട്ടോ. കണ്ടോ, ആ കണ്ണാടിപ്പാലമാണ് നമ്മൾ കാണുന്നത്. ഞാൻ അത്രയിടം പോകുന്നില്ല. ആ കണ്ണാടിപ്പാലവും ഓപ്പൺ ആണ്, അവിടെ ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തിരുവള്ളുവരുടെ പ്രതിമ കാണാം. അതിന്റെ അപ്പുറത്ത് നമുക്ക് സ്വാമി വിവേകാനന്ദന്റെ ധ്യാന നിരതനായിട്ടിരുന്ന ആ സ്ഥലമൊക്കെ കാണാൻ കഴിയും. ഈ കന്യാകുമാരി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി, അതായത് നമ്മൾ അഡ്രിനാലിനൊക്കെ അങ്ങ് പീക്ക് ലെവലിൽ കയറുന്ന സാധനമാണ് ശരിക്കും ആ 2 ബോട്ടുകൾ. താമരപ്പരണി എന്നാണ് ഒരെണ്ണത്തിന്റെ പേര്, ഞാൻ മറക്കൂല പണ്ടാരം. അതും മറ്റേ ബോട്ടും ഈ കടലിലൂടെ അവിടെ നിന്ന് ഇത്രയിടം പോകുന്നതിന് കണ്ടോ, അത്രയിടം വരെ പോകുമ്പോൾ നമ്മളെ ഉയിരെടുക്കുമെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നേ, എനിക്ക് പറയാൻ വയ്യ. എനിക്ക് ഇനി പേടിച്ചെന്റെ അടപ്പുള്ള വീട്ടുണ്ട്. അവിടെ ചെന്ന് നിൽക്കുക, എന്നിട്ട് ക്യൂ. അതിന് വേറെ തമാശ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ VIP കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് എടുക്കുന്നത്. VIP കൗണ്ടർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഇവിടെ വരെ ഒന്ന് നമുക്ക് ആ വണ്ടിയിൽ കയറാം. അത് കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ നോർമൽ ക്യൂവിൽ തന്നെ നിൽക്കണം. നമ്മൾ കൊടുത്ത കാശൊക്കെ വെറുതെ ആയി. ആ നോർമൽ ക്യൂവിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഷിപ്പിൽ കയറി അല്ലെങ്കിൽ ഈ ബോട്ടിൽ കയറി നമ്മൾ തിരിച്ചിപ്പുറത്ത് വരേണ്ട ഒരു സാഹചര്യമാണ്.
അവിടെ ഞാൻ എന്തായാലും പോകുന്നില്ല. ഇവിടെ ഉള്ള കടയെല്ലാം കേറിക്കിറങ്ങി തെണ്ടിത്തിരിഞ്ഞ് അവസാനം ഇവിടെ നിന്ന് നമ്മൾ തിരുവള്ളൂരെ കാണാൻ വന്നേക്കാണ്. കന്യാകുമാരി ദേവിയും പരമശിവനും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ കഥ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇവിടെ 3 പ്രധാനപ്പെട്ട ഓഷൻസ് വന്നു ചേരുന്ന ഒരു ത്രിവേണി സംഗമമാണ്, പുണ്യ സ്നാനമാണ് ഇവിടെ നടക്കുന്നതെന്ന് വിശ്വസിച്ച് വരുന്ന ഒത്തിരി ആളുകൾ കന്യാകുമാരിയിൽ അങ്ങനെ വിശ്വസിച്ച് വരുന്നുണ്ട്. എന്തായാലും ഈ കന്യാകുമാരിയുടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയിൽ നമുക്ക് കണ്ടുവരാം. കടലുള്ള എല്ലാ അഴുക്കും കരയെ തന്നെ വന്നിട്ട്. ഇതാണ് വിഷ്ണു, അതാണ് PK, അതിന്റെ അപ്പുറത്തിരിക്കുന്ന നമ്മളെ സുധീഷ്, ഇത് നമ്മളെ സ്വന്തം ആളാണ് അഖില്, വീഡിയോഗ്രാഫറാണ്, സെറ്റാണ്. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഫെലിക്സ്. ശരിക്കും ഞാൻ ഈ സുനാമി മെമ്മോറിയൽ പാർക്കിന്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ നേരത്തെ കാണിച്ചില്ല ആ തിരുവള്ളുവരുടെ പ്രതിമ. ആ തിരുവള്ളുവരുടെ പ്രതിമയുടെ അപ്പുറം തന്നെ ഈ കടൽ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ കടൽ ഇറങ്ങിപ്പോയപ്പോൾ വിവേകാനന്ദ പാറയുടെ ഒക്കെ അടിത്തട്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പൊ ഒത്തിരി ആളുകൾ അതിന്റെ താഴെ എന്താണെന്ന് കാണുന്നതിനായിട്ട് ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഓടിപ്പോയപ്പോഴത്തേനും ഒരുപാട് പേര് ആ കടല് തിരിച്ചു വന്നപ്പോൾ അതിന്റെ തിരയടിയിൽ പെട്ട് മരിച്ചു പോയെന്നൊക്കെ പറയുന്ന ചരിത്രങ്ങളുണ്ട്. അതേ ഉള്ളൂ, ഇതെല്ലാം നമ്മൾ പത്രത്തിൽ വായിച്ച കാര്യങ്ങളാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇവിടെ എത്തുമ്പം ഈ സുനാമി മെമ്മോറിയൽ പാർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് ഒരു മോണുമെന്റ് എന്നോണമാണ് നമ്മൾ ആ കാണുന്ന സ്തൂപം അവിടെ ഉള്ളത്. ഈ പോകുന്ന വഴിയുണ്ടല്ലോ, നമ്മൾ സൺറൈസ് പോയിന്റും ടെമ്പിളും ഒക്കെ ഇതിന്റെ അകത്താണ്. ശരിക്കും നമ്മൾ ഇനി അടുത്ത് ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. നമ്മളിങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ഷോപ്പിങ്ങിന്റെ ഏരിയ കഴിയുമ്പോൾ പിന്നെയാണ് ടെമ്പിൾ. ഇവിടെയാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കന്യാകുമാരി ദേവിയുടെ ഒരു ടെമ്പിൾ ഉള്ളത്. ഞാൻ അത്ര ഇടം വരെ പോകുന്നില്ല, എന്നാലും ജസ്റ്റ് ഇത്രയും ഒരു വ്യൂസ് കാണിച്ചു എന്നുള്ളൂ. ഇവിടെ ധാരാളം പക്ഷി നോട്ടക്കാരും കൈനോട്ടക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ഉള്ള ഒരു ഏരിയയും കൂടിയാണിത്. ഇപ്പൊ സമയം ഏകദേശം 6:30 കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ ഒരു സൺസെറ്റിന് ശേഷമൊക്കെ ഉള്ള ഒരു പിക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പൊ ഞങ്ങളിപ്പം തിരിച്ചു പോകാനുള്ളൊരു സെറ്റപ്പിലാണ്. കുറെ നേരം ആയില്ലേ വന്നിട്ട്, ഇനിയിപ്പം നല്ല ട്രാവലിംഗ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ നമ്മളെ കാഴ്ചകൾ. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിച്ച് കമന്റ് ഒക്കെ ചെയ്യണേ. താങ്ക് യു. ടാറ്റാ.